അപ്പോൾ ഇന്നൊരു വീക്കെൻഡേ ആണേ. പ്രത്യേകിച്ച് എങ്ങോട്ടും പോവാല്ലാത്തോണ്ട് ചുമ്മാ ഇറങ്ങി നടക്കാന്ന് വിചാരിച്ചേ. ഒരു വീക്കെൻഡ് കിട്ടിയിട്ട് റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് അത് വേസ്റ്റാക്കി കളയണത് ശരിയല്ലല്ലോ. പുറത്തിറങ്ങിയപ്പോഴോ നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ ഇന്ന്. നമ്മുടെ സൂര്യൻ ഇങ്ങനെ ചുമന്ന് തുടുത്ത് ഓറഞ്ചായി നിൽക്കുന്നുണ്ടേ. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാ ഈ നടത്തങ്ങോട്ട് ബീച്ചിലോട്ടാക്കാന്ന്. അവിടെ പോയി ഒരു അടിപൊളി സൺസെറ്റും കാണാലോ. പെട്ടെന്ന് ഇപ്പോൾ പ്ലാൻ ബീച്ചിലോട്ട് മാറാൻ കാരണം വേറെ ഒന്നും അല്ല കേട്ടാ. ദേ കാണുന്നത് തന്നെയാണ് നമ്മുടെ ബീച്ച്. ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ഉള്ളോട്ട് അങ്ങോട്ട്. അപ്പൊ പിന്നെ അങ്ങോട്ട് തന്നെ പോവാന്ന് വിചാരിച്ചു. ഇവിടെ എത്തിയപ്പോ ബീച്ചിലും പാർക്കിലും ഒക്കെ ആയിട്ട് ഫുൾ ഒമാനീസായിരുന്നേ. ഇവര് പിന്നെ നമ്മുടെ നാട്ടിലത്തെ പോലെ സിംഗിൾ ആയിട്ടോ അല്ലെങ്കിൽ കപ്പിളായിട്ടോ ഒന്നല്ല കേട്ടോ വരിക. വരുമ്പോൾ ഫാമിലി മൊത്തം കൂടെ ഉണ്ടാവേ. ഇനിയിപ്പോൾ വീട്ടിൽ വയ്യാതെ ആരെങ്കിലും ഇരിക്കണമെങ്കിൽ അവരെന്നെ കൂടി വീൽ ചെയറിൽ കൊണ്ടുവന്ന് ഈ ബീച്ചിൻ്റെ അവിടെ എത്തും. അപ്പോൾ ഈ ഞാൻ പറഞ്ഞതെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ, ഒമാനീസ് അത്രയും ഫാമിലീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ് കേട്ടോ. പിന്നെ ഈ ഇരുത്തവരുടെ ഒരു നട്ടപ്പാതിര വരെ അവിടെ ഉണ്ടാവും കേട്ടോ. ഫുഡായാലും എന്തായാലും അവിടെ തന്നെ വെച്ച് കുക്ക് ചെയ്ത് എല്ലാവരും കൂടി കഴിച്ചിട്ടാണ് പിന്നെ അവർ പിരിയാറ്. സാധാരണ ഞങ്ങൾ നൈറ്റ് ടൈമിലാണ് കേട്ടോ കൂടുതലും ബീച്ച് വാക്കിനൊക്കെ പോവാറ്. രാത്രിയിലെ ബീച്ചിനൊരു പ്രത്യേക തരം ഭംഗി തന്നെയാണ് കേട്ടോ. അത് മാത്രല്ല ഇടയ്ക്കൊക്കെ ഇവിടെ നമ്മുടെ കവരില്ലേ, അതും കാണാൻ കിട്ടാറുണ്ട്. ഇനിയിപ്പോ പകലായാലും രാത്രിയായാലും എത്ര കണ്ടാലും മതി വരാത്ത ഒന്ന് തന്നെയാണല്ലോ അല്ലേ കടല്. കടലൊരു കടൽ തന്നെ അല്ലേ.